ഒരു കാണിച്ചു തരാവേ. ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്താം. ഇത് മത്തി, ഇത് ഇഞ്ചിയും പച്ചമുളകും, ഇത് നാട്ടുമാങ്ങ അരിഞ്ഞത്, ഇത് മുളക് പൊടി, ഉലുവാപ്പൊടി, മിക്സ്, മഞ്ഞപ്പൊടി ചൂടാക്കി ഇത് വെച്ചിട്ട് തേങ്ങ അരച്ചെടുക്കാം. ഓക്കെ, തേങ്ങ അരിക്കാൻ പോവാണേ. നമുക്ക് ഈ തേങ്ങയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് കടുക് വറക്കാം. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു മോളെ. ഇനി നമുക്ക് കടുക് വറക്കാൻ എന്താ ഇട്ട് കൊടുക്കണ്ടേ? പച്ചമുളക്, കടുക്, നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മാങ്ങ ഇങ്ങനെ എടുത്തേടാ. മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും തിളച്ചിട്ടുണ്ട്. മത്തി നമുക്ക് ഇട്ട് കൊടുക്കാം. അടച്ചു വയ്ക്കും. വെന്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വയ്ക്കാം. മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണിച്ചു തരാവേ. ഹായ്, നല്ല മണം വരുന്നു. ഹായ് അമ്മ, ഇനി അടുത്ത എന്താ ഉണ്ടാകുന്നത്? ചീരത്തോരൻ. തേങ്ങയുടെ കൂടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. പാൻ ചൂടായി. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറുത്തെടുക്കാം. ചീര ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി വാങ്ങി വയ്ക്കാം. ഇനി ഇത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. പാൻ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ കഴിച്ചു നോക്കട്ടെ.